വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥന്റെ പിന്നാലെ ജനക്കൂട്ടം ഒഴുകിയെത്തുന്നതും അവരോട് അനുകമ്പ തോന്നി യേശുനാഥൻ അത്ഭുതം പ്രവർത്തിക്കുന്നതും പിന്നീട് അപ്പം വർദ്ധിപ്പിച്ചു നൽകി അവരുടെ വിശപ്പ് അകറ്റുന്നതുമാണ് നാം സുവിശേഷത്തിൽ വായിക്കുക. ഒന്ന് ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രത്യേകത, ജനം യേശുവിനെ അന്വേഷിച്ച് അവൻ പോകുന്നിടത്തേക്കൊക്കെ ഒഴുകിയെത്തുകയാണ്. അങ്ങനെ എത്തുന്ന മനുഷ്യരെ കണ്ടിട്ട് യേശുനാഥൻ അവരോട് അനുകമ്പ തോന്നുന്നുണ്ട്. കാരണം അവരെത്തുന്നത് അവരുടെ ശാരീരികമായ പരിമിതികളും രോഗങ്ങളുമൊക്കെ ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ്. യേശുനാഥൻ മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് തങ്ങളുടെ ജീവിതത്തിലും അതുപോലൊന്ന് സംഭവ്യമാകുന്നതിന് വേണ്ടിയാണ് യേശുനാഥൻ്റെ പിന്നാലെ ഇങ്ങനെ അവൻ വഴിമാറി നടക്കുമ്പോഴും പിന്തുടർന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് മറുകരയിലേക്ക് ഓടിയെത്തുന്നത്. അവരോട് അനുകമ്പ തോന്നി യേശുനാഥൻ അവരുടെ കൂട്ടത്തിലെ രോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം വരുന്നതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. അവിടെ യേശുനാഥൻ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത്, അവരെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുമ്പോൾ യേശുനാഥൻ അവരോട് പറയുന്നത് നിങ്ങൾ തന്നെ നൽകണമെന്നാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത്, യേശുനാഥൻ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി ശിഷ്യന്മാരോട് വഴി കണ്ടെത്താനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഭയുടെ വലിയ ഉത്തരവാദിത്വമാണ് ഈ രണ്ട് മേഖലകൾ. മനുഷ്യന് അവൻ്റെ തന്നെ കഴിവുകൊണ്ട് സാധ്യമല്ലാത്ത സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും ദൈവത്തിന് ഭരമേൽപ്പിക്കുക. അതവിടുന്ന് അവന് വേണ്ടി ചെയ്തുകൊള്ളും. രോഗികളുടെ മേൽ ആശീർവാദം നൽകുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നത് യേശുനാഥൻ ചെയ്തു. എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസൃതമായി മനുഷ്യനും ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിനും ഈ സമൂഹത്തിനും ഒരു നിലനിൽപ്പും താളവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത്. രോഗികളെ സുഖപ്പെടുത്താൻ കഴിവുള്ളവന് അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മനുഷ്യനെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളെയും, മനുഷ്യ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ, ആത്മീയവും മനുഷ്യൻ്റെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഏൽപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടേതായ ഇടപെടലും നമ്മുടേതായ സംഭാവനകളും ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു.